ഹായ് ഗായ്സ്, എല്ലാവർക്കും MRK ചെസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ MRK ചെസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു ചെസ് ബോർഡ് റിവ്യൂ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഈ ചെസ് ബോർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു ചെസ് ബോർഡിൽ നിന്ന് വളരെ വ്യത്യസ്തകരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെസ് ബോർഡാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ചെസ് ബോർഡിൽ സാധാ ഒരു ചെസ് ബോർഡിനേക്കാൾ ധാരാളം വ്യത്യസ്തകരമായിട്ടുള്ള ഡിസൈനുകളും വ്യത്യസ്തകരമായിട്ടുള്ള പ്രത്യേകതകളും ഈ ഒരു ബോർഡിൽ കാണുവാൻ സാധിക്കും. അത് എന്തിനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ചെസ് ബോർഡ് എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള, അതായത് കാഴ്ചക്ക് വൈകല്യം നേരിടുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതായത് ചെസ് കളിക്കുന്ന സുഹൃത്തുക്കൾ ചെസ് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെസ് ബോർഡാണ്. ഈ ചെസ് ബോർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത്തരത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഇതുപോലൊരു വെറൈറ്റി ചെസ് ബോർഡ് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു MRK ചെസ്സിൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. കാരണം നമ്മൾ സാധാരണ റെക്കോർഡിംഗ് ടൈപ്പിലുള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ ചാനലിൽ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വർഷം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, എന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് മേരി ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ ചെസ് ബോർഡ്, ബ്ലൈൻഡ് ചെസ് ബോർഡ്. കാഴ്ച പരിമിതിയുള്ള കൂട്ടുകാർ ചെസ് കളിക്കുവാൻ യൂസ് ചെയ്യുന്ന ചെസ് ബോർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ചെസ് ബോർഡ് പോലെ തന്നെ 8 കളങ്ങൾ കുറുകയും 8 കളങ്ങൾ നെറുകയുമായി 64 കളങ്ങൾ തന്നെയാണ് ഈ ഒരു ചെസ് ബോർഡിലും വരുന്നത്. സാധാരണ ചെസ് ബോർഡിനേക്കാൾ വ്യത്യസ്തകരമാക്കി തീർക്കാൻ വേണ്ടി ധാരാളം പ്രത്യേകതകൾ ഇതിൽ വരുന്നുണ്ട്. അവ ഓരോന്നുമായി നമുക്ക് പരിചയപ്പെടാം. അതും തന്നെ ഈ ചെസ് ബോർഡ് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ പോലും ഈ ചെസ് ബോർഡിലുള്ള പീസുകൾ ഒന്നും തന്നെ വീണു പോകുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ ഒരു ചെസ് ബോർഡിൽ കോയിൻസ് സെറ്റ് ചെയ്യുന്ന രീതി. ഈ ചെസ് ബോർഡിൽ നിങ്ങൾക്ക് കാണാം, ഓരോ സ്ക്വയറിലും ഒരു ഹോൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ പീസിൻ്റെ അടിയിലും, ഓരോ പീസുകളുടെ താഴ്വശത്തും, ഓരോ പീസുകളുടെ താഴത്തും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നിങ്ങൾക്കിതാ കാണാം, ഒരു കാല് പോലത്തെ ഒരു സാധനം കാണുവാൻ സാധിക്കും. ഈ കാല് പോലത്തെ സാധനം ഈ ബോർഡിൽ ഇറക്കി വെക്കുന്ന സമയത്താണ് ഈ കാഴ്ചയില്ലാത്ത ആളുകൾ ചെസ് കളിക്കുന്നത്. അതായത് ഇതുപോലെ നമ്മൾ ബോർഡുകളിലേക്ക് കരുക്കൾ ഇതുപോലെ പിറക്കി വെക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്തവർ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പീസുകൾ വീണു പോകുന്നില്ല. അങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് നിങ്ങളെല്ലാവരും, അതായത് സൈറ്റഡ് കാണുവാൻ സാധിക്കുന്ന ആളുകൾ നോക്കി കളിക്കുന്ന സംഭവം കാഴ്ചയില്ലാത്തവർ മനസ്സിൽ മെൻ്റലിയോ അതുപോലെ തന്നെ ടച്ചും ചെയ്തിട്ടാണ് കളിക്കുന്നത്. അതാണ് ഈ ഒരു ചെസ് ബോർഡിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്തൊരു പ്രത്യേകത നോക്കാം. അപ്പം നമ്മൾ സ്ക്വയറുകളുമായി അതുപോലെ തന്നെ പീസുകളുമായി ഇനി കാഴ്ചയില്ലാത്തവർ എങ്ങനെയാണ് വെള്ളക്കരുവും കറുത്ത കരുവും തിരിച്ചറിയുന്നത് എന്ന പ്രത്യേകത നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വെള്ള റൂക്കാണ്, വെള്ള തേരാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കറുത്ത തേരിനെയും കൂടി എടുത്തിട്ടുണ്ട്. ഈ വെള്ള തേരും കറുത്ത തേരും നിങ്ങളൊന്ന് ഒരുമിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കറുത്ത തേരിൻ്റെ മുകളിൽ ഒരു ഡോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ലോണം ശ്രദ്ധിച്ചോളൂ, കണ്ടോളൂ. കറുത്ത തേരിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് വെള്ള തേരിൻ്റെ മുകളിൽ ഇല്ല. ഇതിൽ നിന്നും കറുത്ത പീസുകളും വെളുത്ത പീസുകളും തമ്മിൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് എല്ലാ പീസിലും ഉള്ളതാണ്, എല്ലാ പീസിലും ഉണ്ട് കേട്ടോ. ഈ നൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നൈറ്റിന് ഇവിടെ ഡോട്ടൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ മേത്തേക്ക് വരുമ്പോൾ ഒരു ഡോട്ട് ഉണ്ട്. ഇതുപോലെ എല്ലാ പീസുകൾക്കും നീത്തെ ഒരു ഡോട്ട് വരുന്നുണ്ട്, ബ്ലാക്കിൻ്റെ പീസുകൾക്ക്. അങ്ങനെ വൈറ്റ് പീസുകളും ബ്ലാക്ക് പീസുകളും മനസ്സിലാക്കുവാൻ വേണ്ടി കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്നു. ഇനി നിങ്ങളൊന്ന് നന്നായിട്ട് ഈ ഒരു ബോർഡിലേക്ക് വീക്ഷിച്ച് നോക്കണേ. ഈ ബോർഡിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡിൽ ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ട്. അതായത് സാധാരണ ചെസ് ബോർഡ് പോലെ തന്നെ 64 കളങ്ങൾ ഈ ഒരു ബോർഡിലുണ്ട്. ഈ 64 കളങ്ങൾ 32 കളങ്ങൾ പൊങ്ങിയും 32 കളങ്ങൾ താഴ്ന്നുമാണ് ഈ ഒരു ചെസ് ബോർഡിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. അതായത് ഈ
ഇപ്പോൾ എൻ്റെ ഈ ഒരു വിരലുള്ളത് ഒരു ഡാർക്ക് സ്ക്വയറിലാണ്. ഈ ഡാർക്ക് സ്ക്വയർ പൊങ്ങിയാണ് ഇരിക്കുന്നത്, ഈ ലൈറ്റ് സ്ക്വയർ താഴ്ന്നാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു ഡാർക്ക് സ്ക്വയർ പൊങ്ങിയും ഈ ഒരു ലൈറ്റ് സ്ക്വയർ താഴ്ന്നുമാണ് ഇരിക്കുന്നത്. ഇതിലൂടെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അത് ഡാർക്ക് സ്ക്വയർ ആണോ ലൈറ്റ് സ്ക്വയർ ആണോ എന്ന് തിരിച്ചറിയാനും അവർക്ക് ഈസി ആയിട്ട് സ്ക്വയറുകൾ തിരിച്ചറിയാനും സാധിക്കുന്നു. ഇങ്ങനെ സാധാരണ ഒരു ചെസ് ബോർഡ് പോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് കുറച്ച് പ്രത്യേകതകൾ അതിൻ്റെ ഡിസൈനിങ്ങിലും മറ്റും ചെറിയ ചെറിയ ചില പ്രത്യേകതകൾ മാത്രം വരുത്തിക്കൊണ്ട് കാഴ്ച പരിമിതർക്കും ചെസ്സ് കളിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിക്കുവാനും അതിനായിട്ട് സഹായിക്കുന്ന ചെസ് ബോർഡാണ് കേട്ടോ ഇത്. കാഴ്ച പരിമിതർക്ക് മറ്റുള്ള കാഴ്ച ഉള്ളവരോടൊത്ത് കളിക്കുവാൻ സാധിക്കുന്നു. അതായത് കളിക്കുവാൻ ധാരാളം ഗെയിമുകൾ സാധിക്കും. പക്ഷേ ബോർഡ് ഗെയിംസ് ആയാലും മറ്റ് എന്ത് തരത്തിലുള്ള ഗെയിംസ് ആയാലും സാധാരണ ആളുകളിൽ നിന്ന് കളിയുടെ നിയമങ്ങളിൽ വ്യത്യാസം വരുത്താതെ കളിക്കുവാൻ സാധിക്കുന്ന ഏക വിനോദമാണ് ചെസ് എന്ന് പറയുന്നത്. സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തകരമായിട്ട് ഒരു നിയമങ്ങളും കാഴ്ചയില്ലാത്തവർക്കില്ല. നേരെ മറിച്ച് ക്രിക്കറ്റ്, ഫുട്ബോൾ പോലത്തെ എല്ലാ ഗെയിംസും കാഴ്ചയില്ലാത്തവർക്കുമുണ്ട്. പക്ഷേ അതിലൊക്കെ കാഴ്ചയില്ലാത്തവർക്ക് നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് സാധാ ഒരു വ്യക്തിയെ പോലെ തന്നെ കാഴ്ച ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരുമിച്ച് ഇതിൽ കളിക്കുവാനും സാധിക്കും. അതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ബോർഡ് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.